ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് സ്ട്രിംഗ് മെത്തേഡ്സും സ്ട്രിംഗ് പ്രോപ്പർട്ടീസൊക്കെയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രിംഗ് മെത്തേഡ്സും കുറച്ച് സ്ട്രിംഗ് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് എഴുതിയ കോഡാണത്. ലെറ്റ് മീ ക്ലിയർ ഓൾ ദീസ് കോഡ്സ് ഫസ്റ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷൻസ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് നോർമലി നമ്മളൊരു കോഡ് എഴുതുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എഴുതുമ്പോൾ we need to tell the program or the computer what to do in different situations. Like ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യം ഹാപ്പൻ ചെയ്തു, ദെൻ വാട്ട് ടു ഡു ആൻഡ് വേർ ടു ഗോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ നമുക്ക് ആൾട്ടർ ചെയ്യേണ്ടി വരും. ആ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, അതർവൈസ് യു നീഡ് ടു എക്സിക്യൂട്ട് അനദർ സെറ്റ് ഓഫ് കോഡ്. അപ്പോൾ ഇത്തരം കേസിൽ നമുക്ക് ചെക്ക് ചെയ്യണം വെദർ ദാറ്റ് തിങ് ഈസ് ട്രൂ ഓർ നോട്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വി ആർ ആക്ച്വലി യൂസിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ്. ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം, ഇഫ് കണ്ടീഷൻ. That means if something is true, what to do എന്നുള്ളത്. Then if else condition ഉണ്ട്, if else condition നിങ്ങൾക്ക് എഴുതാം. That means if something is true, do that, otherwise what to do എന്നുള്ള കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതാണ് എന്ത്, if else condition എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ സംടൈംസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണെങ്കിൽ ഡു സംതിങ്, അത് ഫാൾസ് ആണെങ്കിൽ യു നീഡ് ടു ചെക്ക് അനദർ കണ്ടീഷൻ ദെൻ ഡു സംതിങ്. And if that both the conditions are false, then you need to run or you need to go in some other flow. അതിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരം കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇഫ് എൽസിഫ് ഉപയോഗിക്കുന്നത്, എൽസിഫ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ്, നിങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസ് എക്സിക്യൂട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 7 to 10 കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തൊരു പെർട്ടിക്കുലർ കാര്യം അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, യു നീഡ് ടു ഡു സംതിങ് അക്കോർഡിംഗ് ടു ദാറ്റ് കണ്ടീഷൻ സ്റ്റാറ്റസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ ഇഫ് എൽസ് ഇഫുകളൊക്കെ എഴുതി വലിയ ലാഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ എക്സിക്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിലും കോഡിൻ്റെ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ യു ഹാവ് സം അതർ ബെറ്റർ സൊല്യൂഷൻസ്. സോ യു ക്യാൻ ഡു സ്വിച്ച് കേസ്. ഓക്കെ, ഐ നോ ഓൾ ദീസ് തിങ്സ് ആർ ഫെമിലിയർ ടു യു, ബട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാണ്. ഇഫ് യു ആർ ന്യൂ ടു പ്രോഗ്രാമിംഗ്, ദിസ് വീഡിയോ will definitely help you. Okay, and if you already know all these things, you can skip this video. Okay, so അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു സിമ്പിൾ ഇഫ് ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, യു നീഡ് ടു ചെക്ക് ഇഫ് എ കണ്ടീഷൻ, then you can execute some statements like this. Let me make this a multi-line command, otherwise we need to put that double slash everywhere. Okay, and you need to this is how you write multi-line comments. I hope I already told you how to write multi-line comments. Okay, then if that condition is true, if condition എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് നമ്മളുടെ എന്ത്, സിൻടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ആൻഡ് സോ ഓൺ. നിങ്ങൾക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത്, സിൻടാക്സ് ഫോർ എ സിമ്പിൾ തിങ്, സിമ്പിൾ ഇഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ലെറ്റ് മീ ടേക്ക് declare a variable. I have a variable called int age equal to I have a variable called age with the value 18, and I need to check if age greater than or equal to 18, then you need to do something else. And ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യണം, I need to show a message and that you are eligible to what എന്ന് കാണിക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു,
ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ് വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ദിസ് ഓപ്പറേറ്റേഴ്സ്. ആൻഡ് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ചാനലിലെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഓപ്പറേറ്റേഴ്സ്. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്ഷണൽ, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ദെൻ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? യു നീഡ് ടു പ്രിൻറ്റ് യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് കാണിക്കണം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ അറിയാമല്ലോ, എങ്ങനെ റൺ ചെയ്യുക? ഡാർട്ട് ദെൻ ദ ഫങ്ഷൻ ഫയൽ നെയിം വിത്ത് ദാറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, നൗ യു ക്യാൻ സീ യു ആർ എലിജിബിൾ ടു വോട്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്താണ്, ഏജ് ഇവിടെ 18 ആണ്, അതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കോഡ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ കയറും, ഇത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ആഫ്റ്റർ ദിസ് ദ കൺട്രോൾ കംസ് ബാക്ക് ഹിയർ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ എവിടെ ആയിരിക്കും വരിക? പ്രോഗ്രാം എവിടെ ആയിരിക്കും വരിക? കൺട്രോൾ കംസ് ഹിയർ. ഓക്കെ, നൗ ഇതിൻ്റെ പുറത്തിറങ്ങി ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് റൺ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി റൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് എന്ത് ചെയ്തു? ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്തു. നൗ ദാറ്റ് കണ്ടീഷൻ ഈസ് ട്രൂ, ദാറ്റ്സ് വൈ യു ഗോട്ട് ദിസ് തിങ്. അതർവൈസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു കംസ് ഹിയർ. ഇവിടെ നമ്മളെത്തി. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി ഞാനിതൊന്ന് ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച് ചെയ്തൊരു 13 എന്നാക്കി. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒന്നുകൂടി റൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ത്? യു ഡോണ്ട് ഹാവ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന യു ആർ എലിജിബിൾ ടു വോട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. എന്തായിരിക്കും കാരണം? ഇവിടെ ആക്ച്വലി എന്തായിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും വരിക, 13 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്നാണ് വരിക. ആൻഡ് ദിസ് ഇസ് ഫോൾസ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല, നേരെ എന്ത് ചെയ്യും? ഇത് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ബേസിക് തിങ്. ഇതാണ് എന്ത് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ഇഫ് ആണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിത് പഴയ പോലെ ഏജ് നാക്കി. ഇനി നമുക്ക് വേണ്ടത്, ഓക്കെ നിങ്ങൾ 13 വയസ്സാണ്, നിങ്ങൾ എന്തല്ല വോട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല, അതുകൊണ്ട് ഇത് പ്രിൻ്റ് ചെയ്യില്ല. അപ്പോൾ പക്ഷേ നമുക്ക് മെസ്സേജ് കാണിക്കണം, എന്ത് നമ്മൾ എലിജിബിൾ അല്ല എന്ന് കാണിക്കണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? യു ക്യാൻ ഹാവ് ആൻ എൽസ് പാർട്ട് ഹിയർ. എൽസ് യു ക്യാൻ പ്രിൻറ്റ് സംതിങ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ പ്രിൻറ്റ് യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഇതാണ് എന്ത്? ദിസ് ഈസ് ആക്ച്വലി ഇഫ് എൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഇഫ് എന്താണെന്ന് പറഞ്ഞു, ദെൻ ഇഫ് എൽസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുക? ഇവിടെ നമ്മളെ ഏജ് എന്താണ്? 13 ആണ്, അതുകൊണ്ട് യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യുവർ കൺട്രോൾ കംസ് ഹിയർ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം? ഏജ് 13 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഒബ്വിയസ്ലി യു ആർ നോട്ട് എലിജിബിൾ. പക്ഷേ ഏജ് എക്സാക്ട്ലി സം വാല്യൂ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഏജ് ഈസ് ഈക്വൽ ടു 17 ആണെങ്കിൽ ഐ നീഡ് ടു ഷോ വെയിറ്റ് ഫോർ 1 more year എന്ന് എഴുതണം. വെയിറ്റ് ഫോർ 1 more year ടു വോട്ട് എന്ന് കാണിക്കണം. ഓക്കെ, ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? യു കാൺട്ട് ഇംപ്ലിമെൻറ്റ്. ഇഫ് എഴുതി, അതല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത്, അതല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി. ആൻഡ് അവിടെയാണ് നമ്മളുടെ എന്ത് എൽസിഫ് എന്ന് പറയുന്ന ആൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ ചെക്ക് അനദർ കണ്ടീഷൻ ഹിയർ. എൽസിഫ് എന്ന് ഞാൻ എഴുതി. ആൻഡ് ഐ എം ഗോയിങ് ടു ചെക്ക് വെദർ ഏജ് ഈസ് ആക്ച്വലി എക്സാക്ട്ലി 17 ആണോ നോക്കി. 17 ആണെങ്കിൽ, ആൻഡ് ഐ നോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ല കിട്ടുക. ഞാനത് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം എഴുതുന്നതാണ്. എൽസിഫ് ഏജ് ഈക്വൽ ടു 17 ആണ്. 17 ആണെങ്കിൽ ഐ നീഡ് ടു പ്രിൻറ്റ് യു ആർ എലിജിബിൾ ടു വോട്ട് ആഫ്റ്റർ 1 year എന്ന് കാണിക്കണം. ഓർ യു നീഡ് ടു വെയിറ്റ് ഫോർ 1 year എന്ന് കാണിക്കണം. ഓക്കെ, ആൻഡ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എഴുതി, എൽസിഫ് ദാറ്റ് കണ്ടീഷൻ, ദെൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് എന്തായിരിക്കും ഇവിടെ കിട്ടുന്നത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? 1 കൊല്ലം കൂടി കാത്തിരിക്കണം എന്നായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഇത് കിട്ടിയത്? ഈ കണ്ടീഷൻ ആദ്യം തന്നെ ട്രൂ ആയി, അതുകൊണ്ട് നേരെ ജമ്പ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറും. പിന്നെ ഈ കണ്ടീഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. പിന്നെ കൺട്രോൾ എവിടെ ആയിരിക്കും വരിക? ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മളുടെ ഓർഡർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടീഷൻസ് കൊടുക്കുന്ന ഓർഡറൊക്കെ എന്തായിരിക്കും? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും നമ്മളിവിടെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17 ആണെന്ന് ചെക്ക് ചെയ്തു. ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ലൈക്ക് ദിസ്. ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാണ് എക്സാക്ട്ലി 17 ആണോ. 17 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഐ നീഡ് ടു പ്രിൻറ്റ് ദിസ്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണെന്ത് ഏജ് എന്ന് പറയുന്നത് ഏജ് ലെസ് ദാൻ 17 ആണോ എന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ഐ നീഡ് ടു പ്രിൻറ്റ് ദിസ്. അതർവൈസ് എന്തായിരിക്കും? അതർവൈസ് യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് കാണിക്കണം. യു ആർ, ആൻഡ് ദിസ് ഈസ് നോട്ട് എലിജിബിൾ, ആൻഡ് ദിസ് ഈസ് യു ആർ എലിജിബിൾ ടു വോട്ട്.
ഓക്കെ, ലെറ്റ് മീ ഫോർമാറ്റ് ദിസ് തിങ്. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഫോർമാറ്റ് ഡോക്യുമെൻ്റ് എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആൾട്ട് എഫ് ആണ്, ഷിഫ്റ്റ് ആൾട്ട് എഫ് ആൻഡ് ഷിഫ്റ്റ് ആൾട്ട് എഫ്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ കോഡ് ഒന്ന് സ്ട്രക്ചേർഡ് ആക്കി തരും. ഓക്കെ, നൗ യുവർ ഏജ് ഇസ് 13. ലെറ്റ്സ് റൺ ദിസ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് റൺ ചെയ്തു. ഓക്കെ, നൗ യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് ടു 17. ഓക്കെ, 17 ആക്കി. നമ്മൾ നേരത്തെ 17 ആക്കിയിരുന്നില്ലല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുക, യു ആർ എലിജിബിൾ ടു വോട്ട് ആഫ്റ്റർ 1 year. യു ഗോട്ട് ദിസ് മെസ്സേജ്. ഓക്കെ, ആൻഡ് ഇത് നേരെ തിരിച്ചാണെങ്കിൽ, അതായത് നേരെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ജമ്പ് ചെയ്ത് കയറുകയും ചെയ്യുക. ഐ തിങ്ക് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഏജ് 13 ആയിരുന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ പഴയ പോലെ, ഞാനിത് പഴയ പോലെ ഒന്ന് ആക്കുന്നുണ്ട്, നമ്മൾ ആദ്യം എഴുതിയ പോലെ തന്നെ ആക്കുന്നുണ്ട്. ഇതാണത്. ആൻഡ് ഏജ് ഗ്രേറ്റർ ദാൻ, ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് ടു 17. ഓക്കെ, ദെൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ 17 ആക്കിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. ഞാൻ 17 ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി റൺ ചെയ്തു. ലെറ്റ് മീ ക്ലിയർ ദ കൺസോൾ. ഓക്കെ, റൺ ചെയ്തു. നൗ യു ആർ എലിജിബിൾ ടു വോട്ട് ആഫ്റ്റർ 1 year. എന്തായിരിക്കും സംഭവിച്ചത്, ഇവിടെ നേരത്തെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെന്ന് നോക്കി. ഓക്കെ, ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഇത് നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ആണ് എന്ന് എഴുതി ഞാൻ. നൗ യുവർ വാല്യൂ 17. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടിയത്, യു ആർ എലിജിബിൾ ടു വോട്ട് എന്നാണ് കിട്ടിയത്. എന്തായിരിക്കും അതിന് കാരണം, ഇത് ഈക്വൽ ടു യു ആർ നോട്ട് എലിജിബിൾ, യു ആർ എലിജിബിൾ ടു വോട്ട്, ആൻഡ് ഐ തിങ്ക് യു ആർ നോട്ട് എലിജിബിൾ ഹിയർ. ദെൻ ദിസ് തിങ് ഈസ് യു ആർ എലിജിബിൾ ടു വോട്ട്. നമ്മളത് സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റിയില്ല, സോറി. ഇവിടെ വന്നിട്ട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവരുത്. യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് കിട്ടി. പക്ഷേ ആക്ച്വലി നമ്മളുടെ വാല്യൂ ഇവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളിവിടെ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്തില്ലല്ലോ. അതിന് കാരണം എന്തായിരിക്കും, ആദ്യം തന്നെ എന്താണ്, 17 അല്ലേ ചെറുത്, അതുകൊണ്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് പ്രിൻ്റ് ചെയ്തു. പിന്നീടുള്ള കണ്ടീഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇഫ് എൽസ് ഇഫ് എഴുതുന്നത്, യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കണ്ടീഷൻസ് ഹിയർ, ആൻഡ് ഐ നീഡ് ടു ചെക്ക് വെദർ ദിസ് ഈസ്, എന്ത് ചെയ്യണം, ഇത് എക്സാക്ട്ലി ഞാനതൊന്ന് മാറ്റി എഴുതാം, ജസ്റ്റ് ഒന്നുകൂടി മാറ്റി എഴുതാം. ഓക്കെ, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ഏജ് ലെസ് ദാൻ ഏജ് ഈക്വൽ ടു 17, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രിൻ്റ് ചെയ്തെന്ത്, യു ഹാവ് ടു വെയിറ്റ് 1 more year എന്ന് എഴുതി. എൽസിഫ് ഞാൻ എഴുതി, എൽസിഫ് ദെൻ ഏജ് ലെസ് ദാൻ ഐ നീഡ് ഏജ് ലെസ് ദാൻ 13 ആണോ നോക്കി. ഓക്കെ, ഏജ് ലെസ് ദാൻ 13 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് യു ആർ എ ചൈൽഡ് എന്ന് എഴുതി. ദെൻ ഇനി ഞാൻ എഴുതുന്നത് എൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എൽസിഫ് എഴുതി. ഇനി എന്ത് ചെയ്യണം, എൽസിഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, യു നീഡ് ടു പ്രിൻറ്റ് യു ക്യാൻ വോട്ട് എന്ന് കിട്ടണം. ഇനി എൽസ് ഇവിടെ എന്ത് ചെയ്യണം, യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. ആൻഡ് ഇതല്ലാത്ത വേറെ എന്തെങ്കിലും വാല്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് കിട്ടണം. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ എൽസിഫ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, എത്ര എൽസിഫുകളിൽ ഓപ്പൺ ചെയ്യാം. അതനുസരിച്ച് നമ്മളിങ്ങനെ കണ്ടീഷൻസ് എഴുതിക്കൊണ്ടേയിരിക്കണം. എവറി ടൈം എന്ത് ചെയ്യുന്നുണ്ട്, യു ആർ ഇവാലുവേറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ. ദിസ് തിങ് ഈസ് കോൾഡ് എൻ എക്സ്പ്രഷൻ. ഐ തിങ്ക് യു ഓൾറെഡി നോ വാട്ട് ഈസ് എൻ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ എവറി ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇത് ഇവാലുവേറ്റ് ചെയ്തു, ഇത് ട്രൂ ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഹാപ്പൻ ചെയ്യുന്നുണ്ട് സോ മെനി ടൈംസ്. എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും ടൈംസ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇങ്ങനെ എഴുതാം. ഇതിനെ മാറ്റി നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇഫിനകത്ത് വേറെ ഇഫൊക്കെ ഓപ്പൺ ചെയ്യും. ഇപ്പം ഞാൻ പറയുകയാണെന്ത്, ഇഫ് ഏജ് ലെസ് ദാൻ 17 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഞാൻ ഇതിനകത്തൊരു ഇഫ് എഴുതുകയാണ്. ഇഫ് ഏജ്
എക്സാക്ട്ലി ഈക്വൽ ടു 17 ആണെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് പ്രിൻ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യാൻ പ്രിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാനിവിടെ പറയുകയാണെന്ത്, യു ആർ എ ചൈൽഡ് എന്ന് പറയുകയാണ്. ഓക്കെ, ഇനി ഇത് മെയിൻ ഇഫാണ്. ഇവിടെ നമ്മൾ ഇഫ് എഴുതിയിട്ടുണ്ട്. ഇതല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏജ് എന്തല്ല, ലെസ് ദാൻ 17 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. എന്തൊക്കെ നമ്മളിവിടെ യു ക്യാൻ വോട്ട് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ചെക്ക് നൗ യുവർ വാല്യൂസ്. ലെറ്റ് മീ മേക്ക് ദിസ് വാല്യൂ ടു 19 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് റൺ ചെയ്യുകയാണ്. നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഞാൻ റൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ വോട്ട് എന്ന് കിട്ടി. ബിക്കോസ് എന്തായിരിക്കും, ഈ കണ്ടീഷൻ ട്രൂ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതൊന്നും ചെക്ക് ചെയ്യല്ല, നേരെ എന്ത് പ്രിൻ്റ് ചെയ്തു, ഇത് പ്രിൻ്റ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ മേക്ക് ദിസ് ടു 17, ബാക്ക് ടു 17 അഗെയിൻ 17 ആൻഡ് കം ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി റൺ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, യു വിൽ ഗെറ്റ് വൈ ഇറ്റ് ഈസ് 17. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈക്വൽ ടു ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഈക്വൽ ടു ആൻഡ് ദിസ് തിങ് ഈസ് ലെസ് ദാൻ, യു ക്യാൻ മേക്ക് ദിസ് 18 എന്നാക്കി. ചെറിയ എൻ്റെ കയ്യിലെ ചെറിയ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ദെൻ യു ക്യാൻ വെയിറ്റ് ഫോർ 1 more year. ആൻഡ് വാട്ട് ഇഫ് ദിസ് ഈസ് സംതിങ് അതർ ദാൻ 17, 15 എന്നാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, യു ആർ എ ചൈൽഡ് എന്ന് കിട്ടണം. യു ഗോട്ട് യു ആർ എ ചൈൽഡ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇഫ് എന്താണെന്ന് പഠിച്ചു, ദെൻ ഇഫ് എൽസ് എന്താണെന്ന് പഠിച്ചു, ഇഫ് എൽസ് കണ്ടീഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് എൽസ് ഇഫ്. ഓരോ കണ്ടീഷൻസും എഴുതുന്നതിൻ്റെ ഓർഡറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ആയിരിക്കില്ല വരിക. ഓക്കെ, നൗ നമ്മൾ കുറേ ഇഫും എൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാം നമ്മളുടെ കോഡിന്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ് ഉപയോഗിക്കാം.